വെൽക്കം ടു അപ്ഡേറ്റ്സ് കോണർ. നമ്മളന്ന് അപ്ഡേറ്റ്സ് കോണറിൽ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ വർഷത്തില് ആദ്യ ഭാഗത്തില് ഏറ്റവും ഹോട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന സബ്ജക്ട് എമ്പുരാൻ തന്നെ ആയിരുന്നു. എമ്പുരാന് ശേഷമാണ് പിന്നെ തുടരു പോലുള്ള സിനിമയൊക്കെ വന്നത്. അപ്പൊ എമ്പുരാന്റെ അവസാനം L3 എന്നുള്ള പാർട്ടിലേക്കാണ് ആസ്ട്രേലിയന്ന് ഇപ്പോ പേരിട്ടിട്ടില്ലാത്ത ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് മുരളി ഗോപി ചെയ്യുന്ന സ്ക്രിപ്റ്റ് വർക്ക് ഈ വർഷം തന്നെ പൂർത്തിയാവും. അടുത്ത വർഷം അതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഭയങ്കര സ്പീഡ്. ലൂസിഫർ ടു എമ്പുരാൻ വെച്ച് നോക്കുമ്പോൾ വളരെ സ്പീഡ്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും 2027 നമുക്ക് സിനിമ കാണാൻ പറ്റും. പിന്നെ പൃഥ്വിരാജിന് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യൂല, പുള്ളി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ പുള്ളി അത് സമയം കൂടി എടുത്തിട്ട് ഷൂട്ടൊക്കെ എന്തായാലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർന്നിട്ട് 2027 പടം കാണാൻ പറ്റും തോന്നണം. പിന്നെ പൊതുവെ എമ്പുരാനിൽ കിട്ടിയ എല്ലാ വിമർശനങ്ങൾക്കുള്ള കൊടുക്കാതിരിക്കില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് ഖലീഫയുടെ ആണ്. അതും പൃഥ്വിരാജ് സിനിമയുടെ പൂജ കഴിഞ്ഞതായിട്ട് നമ്മൾ തന്നെ അപ്ഡേറ്റ് പറഞ്ഞതാണ്. സിനിമയിൽ പൃഥ്വിരാജ് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ പുള്ളി ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് വൈശാഖ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ മല്ലു സിംഗർ മിസ്സായ സാധനമാണ് ശരിക്കും. അപ്പൊ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ വൈശാഖിന് നല്ലൊരു ഇതുണ്ട്, ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട്. പൃഥ്വിരാജിന്റെ കൂടെ സിനിമ വരുമ്പോ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് നല്ലൊരു ചെയ്ത് കൊടുക്കുന്ന പുള്ളി ക്ലീൻ ഷേവ് ആയിട്ടായിരിക്കുന്നു. ഇനി പടത്തിൽ അതാണോ ലുക്ക് എന്ന് അറിയില്ല. അതെ, അതുപോലെ തന്നെ നമ്മുടെ ജയിലർ 2 കാര്യം, ജയിലർ 2 ഷൂട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പടത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിച്ചി, അതുപോലെ തന്നെ കോട്ടയം നസീർ, സുരാജ്, ഇവരൊക്കെ സുനിൽ സുഗത ഇവരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ വരുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്, അതുപോലെ തന്നെ വയനാട് ഷൂട്ട് ഉണ്ടാവുന്ന കേൾക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആട് 3നെ സംബന്ധിച്ചാണ്. ആട് 3യുടെ കാസ്റ്റുകളില് മെയിൻ ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഡൂഡിന്റെ അപ്പോ ആ തീം മ്യൂസിക് തലയിൽ മുഴങ്ങുന്നു ശരിക്കും അത് പറയുന്നത്. അപ്പോ വിനായകൻ ആട് 3 ഷൂട്ടിൽ ജോയിൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്. അപ്പൊ ആട് 3യുടെ ഷൂട്ടിങ്ങും വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബറിലേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പറ്റട്ടെ അവർക്ക്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബേബി ഗേളിന്റെ നിവിൻ പോളിയുടെ ഡബിങ് പുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സിനിമ വളരെ ചെറിയ സ്കെഡ്യൂളിൽ കഴിഞ്ഞ ഇതും പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് തുടങ്ങിയതും അവസാനിച്ചും നമ്മൾ അറിഞ്ഞില്ല. ഒരുപാട് ഇൻഡോർ ഷൂട്ട് നടത്തുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പൊ എന്തായാലും അത് പെട്ടെന്ന് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ധനുഷ് ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ധനുഷ് 54 പറഞ്ഞ സിനിമയിലാണ്. സിനിമയുടെ അനൗൺസ്മെന്റ് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പോർത്തോയുടെ ഡയറക്ടറുടെ പടം. അപ്പൊ അതൊരു പീരീഡ് ഫിലിം എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ പുറത്തിന് ഷൂട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പടമെങ്കിലും ഫാസ്റ്റ് ആയിട്ട് കഴിയട്ടെ. കാരണം കുറെ ഡയറക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, പ്രോജക്ട്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ജനനായകന്റെ റിലീസിനെ പറ്റിയിട്ട്. സിനിമയോട് ക്ലാഷ് ചെയ്യാൻ ഒരുപാട് സിനിമകളെ പറ്റിയിട്ട് ഇപ്പൊ അങ്ങനെ ടോക്ക് പോകുന്നത്. പരശക്തി മുതൽ സർദാർ 2 വരെ വന്നു. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പറയാനുള്ളത് വിജയ് ഡയറക്ട് പ്രഭാസിനായിട്ട് ക്ലാഷ് വരിക എന്നുള്ളതാണ്. അപ്പൊ 2 ബോക്സ് ഓഫീസ് മോൺസ്റ്റേഴ്സ് ആണ് രണ്ട് ടെറിട്ടറികളിലെ. അപ്പോ രാജാ സാബ് പ്രഭാസിന്റെ സിനിമ, അപ്പോ മാരുതി ഡയറക്ട് ചെയ്യുന്ന സിനിമ. പുള്ളി തൊടാത്തൊരു ഫാന്റസി എല്ലാം വിടുന്നുണ്ടായിരുന്നു. അതിലും നല്ല കാസ്റ്റാണ് സഞ്ജയ് ദത്ത് മ്യൂസിക്കും അത് എടുത്തു പറയണം. അപ്പോ ഇതിലാണെങ്കിൽ അനിരുദ്ധും. അപ്പോ ഈ സിനിമ ജനനായകൻ രാജസാബ് എന്നുള്ള ഒരു ക്ലാഷ് നമുക്ക് ജനുവരി പ്രതീക്ഷിക്കാം. അവർക്ക് സംക്രാന്തി, നമുക്ക് ഇവിടേക്ക് പൊങ്കലോ കാര്യമായിട്ട് ഇഷ്യൂ ഉണ്ടല്ലോ. കാരണം രണ്ടും അതായത് ഇൻഡസ്ട്രികളിലെ സിനിമകളായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനായകൻ മിക്കവാറും ആന്ധ്ര ടെറിട്ടറിയിൽ ചിലപ്പോൾ കളക്ഷൻ ഇതാവും. അതേപോലെ രാജാസാഹിബ് തമിഴ്നാട്ടിലും. പക്ഷെ പ്രഭാസിന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ഒരു നോർത്തിലൊക്കെ എന്തായാലും റിലീസ് ആവട്ടെ.